പ്രയത്നങ്ങളും സ്വപ്നങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഭൗതിക ജീവിതം കരുപിടിപ്പിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് പ്രയത്നിക്കാനും സ്വപ്നം കാണാനും സാധിക്കുമ്പോൾ കേവലം ഭൗതികമായ നന്മകൾ മാത്രമല്ല, ആത്മീയ ജീവിതത്തിലും നന്മകളും വിടുതലും സ്വർഗം തരുന്നു. സ്വപ്നം കാണുക, അതെ, യേശുവിനോട് ചേർന്ന് മനോഹരമായ സ്വപ്നങ്ങൾ കാണുക. യേശുവോട് ചേർന്ന് പ്രയത്നിക്കുക. ഇത് മൂവാറ്റുപുഴ പട്ടണം. ഇവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡെന്റൽ ലാബായ ഡെന്റ് കെയർ ഡെന്റൽ ലാബ് സ്ഥിതി ചെയ്യുന്നത്. 1000 കോടിയോളം ആസ്തിയും 4000-ഓളം ജീവനക്കാരുമായി പ്രശസ്തമാണ് ഡെന്റ് കെയർ ഡെന്റൽ ലാബ്. ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് ദന്ത ഡോക്ടർമാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്രിമ ദന്തങ്ങൾ ഉൾപ്പെടെ പല്ലുകളുമായി ബന്ധപ്പെട്ട 200-ഓളം ഉൽപ്പന്നങ്ങൾ ഡെന്റ് കെയർ ഡെന്റൽ ലാബ് നിർമ്മിക്കുന്നു. ഡെന്റ് കെയർ ഡെന്റൽ ലാബ് സ്ഥാപകൻ ശ്രീ ജോൺ കുര്യാക്കോസിന് ബിസിനസ്സും ലാഭവുമല്ലാത്ത ഒരു കഥ നമ്മോട് പങ്കുവയ്ക്കുവാനുണ്ട്. വെറുമൊരു കഥയ്ക്കുപരി കഷ്ടതയുടെയും ദുരിതങ്ങളുടെയും ആഴങ്ങളിൽ നിന്ന് കണ്ണുനീരോടെ വിലപിച്ചപ്പോൾ ആശ്വാസദായകനും സമാധാന പ്രഭുവുമായ യേശു ക്രിസ്തു തന്നെ വിടുവിച്ച സാക്ഷ്യം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജോൺ കുര്യാക്കോസ്. സങ്കീർത്തനം 53:6 പറയുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം. ഞാൻ ജനിച്ചു വളർന്നത് വളരെ ദരിദ്രമായൊരു കുടുംബത്തിലാണ്. ശാപഗ്രസ്തമായ കുടുംബമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ പേര് കുര്യാക്കോസ് എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീട് അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബം, ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ്. എൻ്റെ അപ്പന് ഭ്രാന്തായിരുന്നു. എൻ്റെ പിതാവിനെ ഞാൻ ചാച്ചനെന്നാണ് വിളിച്ചിരുന്നത്. ചാച്ചൻ്റെ അനുജൻ ഭ്രാന്ത് വന്നിട്ട് ഒരു മുറിയിൽ പൂട്ടിയിടപ്പെട്ടിരുന്നു. പട്ടീനെ പൂട്ടിയിടുമ്പോൾ ഒരു ചങ്ങലയിൽ പൂട്ടിയിടപ്പെട്ടിരുന്നു. അവിടെ തന്നെ മലമൂത്ര വിസർജനം എല്ലാം ചെയ്തിരുന്നു. ആ മുറിയിൽ തന്നെയാണ് ഭക്ഷണവും കഴിച്ചിരുന്നത്. ഞാൻ നിരാശപ്പെട്ടവനായിരുന്നു. ഇതെല്ലാം കണ്ടാണ് എൻ്റെ ബാല്യകാലം ഞാൻ വളർന്നു വന്നത്. എൻ്റെ അമ്മയുടെ പാരമ്പര്യം പറഞ്ഞാൽ അമ്മയുടെ അപ്പനും അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മ അപ്പൻ്റെ അമ്മയുടെയും മരണശേഷം വല്യാമ്മയുടെ കൈ പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ ആ പ്രദേശങ്ങളിലൂടെയെല്ലാം ഒരു വട്ടത്തുണി കൊടുത്തുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കരഞ്ഞിരുന്നു. ഞങ്ങളുടെ വീട് ഒരു കുഗ്രാമത്തിലായിരുന്നു. എൻ്റെ പിതാവ് കൂലിപ്പണിക്കാരനായിരുന്നു. അവിടെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കൊണ്ടുവരാൻ ഏതാണ്ട് 1.5 കിലോമീറ്റർ നടന്നു പോകണം വെള്ളം കൊണ്ടുവരാൻ. വെള്ളമില്ല. ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് 14 വയസ്സിൽ ഞാൻ SLC പാസ്സായതിനു ശേഷമാണ്. അങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ലായിരുന്നു. ശരി, കുഗ്രാമം, ഒരു കാടൻ പ്രദേശം, കുറേ പാറക്കെട്ടെല്ലാം പിടിച്ചൊരു സ്ഥലം. എൻ്റെ പിതാവ് കഠിനാധ്വാനിയായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എങ്ങനെയും കുടുംബം പോറ്റുവാൻ യത്നിച്ചിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വെളുപ്പിനൊരു 4 മണിയാകുമ്പോൾ എൻ്റെ പിതാവ് എഴുന്നേൽക്കും. ഈ പാറക്കെട്ടെല്ലാം പിടിച്ച സ്ഥലത്ത് ഒരു കയ്യാലയെല്ലാം വെച്ച് അവിടെ മണ്ണെല്ലാം കോരിയിട്ട് കപ്പയെല്ലാം നടും. ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് ഒരു തോർത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് ഓടുന്ന കാഴ്ച, കൂലിപ്പണിക്ക് വേണ്ടി ഓടുന്ന കാഴ്ച ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എങ്ങനെയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു സ്ഥലം വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെ പിതാവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. വെള്ളവും വെളിച്ചവും വഴിയെല്ലാം ഉള്ളൊരു സ്ഥലം. അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ ഒരു വ്യക്തിക്ക് എൻ്റെ പിതാവ് കൊടുത്തു. എന്നാൽ അദ്ദേഹം ആ സ്ഥലം എഴുതി തരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ കിട്ടിയ പൈസ കൊണ്ടെല്ലാം പോയി മദ്യപിച്ചു. അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ്. ഈ വാർത്ത എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാണ്. പെട്ടെന്ന് തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തെ ഗ്രസിച്ചിരുന്ന ആ ശാപം എൻ്റെ പിതാവിനെയും കടന്നു പിടിച്ചു.
ഇപ്പോൾ തന്നെ അയാളെ കൊല്ലുമെന്നെല്ലാം പറഞ്ഞ് വലിയ ബഹളമെല്ലാം ഉണ്ടാക്കി, പെട്ടെന്ന് വയലൻ്റായി. കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരായ മറ്റ് കൂട്ടുകാർ അവർ കൂടി ഒരു പിടിച്ച് കയറുകൊണ്ട് കെട്ടി ഒരു ടാക്സിക്കകത്താക്കി തൃശ്ശൂർ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ ദുരിതം ആരംഭിക്കുകയായിരുന്നു. അന്നുവരെയും എൻ്റെ അമ്മയെ കൂലിപ്പണിക്ക് ഒരിക്കലും എൻ്റെ പിതാവ് കൊണ്ടുപോയിട്ടില്ല. എന്നാൽ അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. ഉച്ചവരെ എൻ്റെ അമ്മ കൂലിപ്പണി ചെയ്യും. ബാക്കിയുള്ള സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു മൺചട്ടിയിലാക്കി വാഴയില കൊണ്ടെല്ലാം മൂടിക്കൊണ്ടുവരുന്ന കാഴ്ച ആർത്തിയോടെ അത് കഴിക്കാനായി ഞങ്ങൾ മക്കൾ 3 പേരും ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ വീട് ഒരു കരച്ചിലിൻ്റെ വീടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ രോഗം മാറുവാനായി കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല. ഒരു ദിവസം 12 ഉറക്കഗുളി കഴിക്കണം. തൃശ്ശൂർ ഭ്രാന്താശുപത്രിയിൽ വെച്ച് അന്ന് ഷോക്കടിപ്പിച്ചു, പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഭ്രാന്ത് മാറിയില്ല. എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കുഞ്ഞപ്പൻ പണിക്ക് പറഞ്ഞൊരു മരയാശാരിനെ വിളിച്ചുകൊണ്ട് വന്ന് മന്ത്രവാദം വരെ ചെയ്തു. എന്നിട്ടും ഭ്രാന്ത് മാറിയില്ല. അതോടുകൂടി അങ്ങേയറ്റം നിരാശരായിരുന്നു ഞങ്ങൾ. ഞാൻ ഓർക്കുന്നുണ്ട്, പലപ്പോഴും എൻ്റെ പിതാവ് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് മിണ്ടണ കേട്ടാൽ മതി ഓടി ഈ ഒരു ചൂരവടിയുണ്ട്, ആ ചൂരവടി എടുത്തുകൊണ്ട് വന്നേച്ച് അമ്മയോട് കൈ നീട്ടിപ്പിടിക്കടി എന്ന് പറയും. 5-6 അടിയെല്ലാം എൻ്റെ അമ്മയ്ക്കിട്ട് അടിക്കും. പാവം അമ്മ അതെല്ലാം കൊള്ളും, എന്നിട്ട് കരയും. അതിലും ഭയാനകമായ കാര്യം, വീടിൻ്റെ പുറകിലൊരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് പുളിയുടെ വടി വലിച്ചൂരിക്കൊണ്ട് വന്നിട്ട് 5-6 അടിയെല്ലാം അടിക്കും. കൈ കെട്ടിപ്പിടിക്കടി എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് 5-6 അടിയെല്ലാം അടിക്കും, അടിച്ച് പൊട്ടിക്കും. എൻ്റെ പിതാവ് ഒന്ന് ശാന്തനായി പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ നെഞ്ചിനിട്ടിടിച്ച് കരയും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. മുടിയെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് ഭിത്തിക്കിട്ട് തലയെല്ലാം ഇടിച്ച് പലപ്പോഴും ഉറക്കെ അമ്മ കരയും. ഞങ്ങൾ 3 മക്കളും അമ്മയെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞിരുന്നു. ഞങ്ങളുടെ വീട് ഒരു കരച്ചിലിൻ്റെ വീടായിരുന്നു. എന്തിന് ജീവിക്കണമെന്നോർത്ത് നിരാശപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ പ്ലഗിൻ്റെ സോക്കറ്റിൽ പോയി കൈയിട്ടു. എങ്ങനെയെങ്കിലും മരിക്കണം എന്നായിരുന്നു അമ്മയുടെ ചിന്ത. ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്നാണ് അമ്മ ചിന്തിച്ചിരുന്നത്. തലമുറകളായി ഭ്രാന്തുള്ളത് കൊണ്ട് 3 തലമുറകളായി ഭ്രാന്തുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്ന് അമ്മ ചിന്തിച്ചിരുന്നു. അങ്ങനെ അമ്മ എല്ലാം കൊണ്ടും നിരാശപ്പെട്ട് എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ചിരുന്നതായ കാലം. ഞാനും വളരെ നിരാശനായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കപ്പേള, ഞങ്ങളുടെ കുരിശുപള്ളി. അവിടെ എൻ്റെ പിതാവ് പലപ്പോഴും ഈ പ്രാന്താശുപത്രിയിൽ ചികിത്സ കൊണ്ടൊന്നും ഒരു ഭേദവും വരാതെ പലപ്പോഴും അവിടെ വന്ന് ഒരു താടി രോമങ്ങളെല്ലാം നീട്ടി തുപ്പലമെല്ലാം ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും. കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ വിളിച്ചിരുന്നത്, ദേടാ നിൻ്റെ അപ്പം ഭ്രാന്തം കുര്യാക്കോനിരിക്കണു എന്ന് പറഞ്ഞ് പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ ആകെ നിരാശപ്പെട്ട് വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. അന്ന് ചോറ് കൊണ്ടുപോകാൻ മാർഗ്ഗമില്ല. ഒരു ഉപ്പുമാവ് കിട്ടും ഉച്ചയ്ക്ക്. അത് കഴിക്കാനായിട്ട് ഈ ഒരു ഇറ്റാലിയൻ ചോറ്റുപാത്രമുണ്ട്. ഇപ്പോഴും ഞാനതെല്ലാം ഓർക്കുന്നുണ്ട്. ഒരു ചളിങ്ങിയ ചോറ്റുപാത്രം. അതുമെല്ലാം ഈ ഉപ്പുമാവ് കഴിക്കാനായിട്ട് അതിന് പോകണമെങ്കിൽ തന്നെ ഈ സ്കൂളിൻ്റെ നേരെ എതിർവശത്താണല്ലോ കുരിശുപള്ളി. പുറകോട്ടിങ്ങനെ തിരിഞ്ഞു നോക്കും, ചാച്ചനവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ചാച്ചനവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകില്ല. ഞാൻ ആകെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരുന്ന കാലം. അപകർഷതാബോധം കൊണ്ട് എൻ്റെ തല കുമ്പിട്ട് പോയിരുന്നു. എന്നാൽ ഞാൻ പഠിക്കാൻ വളരെ അധ്വാനിച്ചു, ഉത്സാഹിച്ചു. 4 മണിയാകുമ്പോഴെല്ലാം വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാം കാണാതെ പഠിക്കും. എൻ്റെ അമ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി തരും. എന്നാൽ ആകെ SSLC കിട്ടിയത് 251 മാർക്കാണ്. കണക്കിന് കിട്ടിയ മാർക്ക് കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. വെറും 7 മാർക്ക്, 100-ൽ 7 മാർക്ക് മാത്രം. എൻ്റെ ഭാസ്കരൻ സാറ് എന്നെ പഠിപ്പിക്കാനായിട്ട് പരമാവധി യത്നിച്ചു. പലപ്പോഴും സാറ് എന്നെ വിളിച്ച് ബോർഡിൻ്റെ അരികിൽ നിർത്തിയിട്ട് കണക്ക് ചെയ്യിപ്പിക്കും, ചോക്ക് എൻ്റെ കയ്യിൽ തരും. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. സാറ് തലയ്ക്കിട്ട് ചോക്ക് വെച്ചൊരു കുത്തു തരും, പോയിരുന്നോളാൻ പറയും. ചിലപ്പോൾ ചോദ്യം ചോദിക്കും, ഒന്നും പറയില്ല, ഡസ്റ്റർ വെച്ചെറിയും. എങ്ങനെയും സാറ് പഠിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നിട്ട് എന്നോട് പറയും, എടോ മനുഷ്യ അധമ അവിടെ ഇരുന്നോളാൻ പറയും. പൊട്ടൻ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. ശരിയാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ പൊട്ടനായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട് സ്കൂളിൽ നിന്ന്. അന്ന് നടന്നു വരാൻ ബസ്സിന് വരാൻ 10 പൈസ മതി. ST അടിക്കാൻ 10 പൈസ മതി. അതെനിക്ക് തരാൻ ആരുമില്ലായിരുന്നു. ഞാൻ നടന്നു വന്നതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ആ വഴിക്കോടെയെല്ലാം ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ പഠിക്കാഞ്ഞിട്ടല്ലല്ലോ, എനിക്ക് ആരും പറഞ്ഞു തരാനില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് ഞാൻ അന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്നതെല്ലാം ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് കൈയെല്ലാം ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ആരും കാണരുതെന്നോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് പോന്നു. ശരിയാണ്, മനുഷ്യരാരും കണ്ടില്ല. എന്നാൽ അന്ന് എൻ്റെ പിന്നാലെ കർത്താവായ യേശു ക്രിസ്തു നടന്നിരുന്നത് ഞാൻ അറിഞ്ഞില്ല.
യേശു എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. തക്ക സമയം വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് താണിറങ്ങി വന്ന് എന്നെ പിടിച്ചു. ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ നിരാശപ്പെട്ടവനായിരുന്നു, എൻ്റെ സഹോദരങ്ങൾ നിരാശപ്പെട്ടവരായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഭ്രാന്ത് വന്നിട്ടില്ല, എന്നാൽ ഞങ്ങൾ ഭ്രാന്ത് ബാധിച്ചവരെ പോലെ പെരുമാറിയിരുന്നു. എൻ്റെ ഈ നെറ്റിയിൽ കാണുന്ന പാട് എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ എന്നെ കല്ല് വെച്ചിടിച്ചതാണ്. ഞാനും മോശമല്ലായിരുന്നു. പരസ്പരം ഞങ്ങൾ കല്ലിന് വെച്ചിടിക്കുക പോലും ചെയ്തിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്തതുകൊണ്ട് കൂലിപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ വരുമ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പിൽക്കാലത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കളെ 3 പേരെയും വീട്ടിലാക്കിയിട്ട് പോകും, തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും ഇടിച്ച് ചത്ത് കാണുമെന്ന് അമ്മ കൂടെ പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് SSLCക്ക് 251 മാർക്കേ കിട്ടിയുള്ളൂ. ഞാൻ സൂചിപ്പിച്ചല്ലോ, അന്ന് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മിനിമം 360 മാർക്ക് വേണം, ഫസ്റ്റ് ക്ലാസ് മാർക്ക്. എന്നാൽ എനിക്കതിന് യാതൊരു സാധ്യതയുമില്ല. ഞാൻ ആപ്ലിക്കേഷൻ ഫോം പോലും മേടിച്ചില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ SLC കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു റബ്ബർ തോട്ടമുണ്ട്. അവിടെ ആട് തീറ്റാനായിട്ട് പോകും. അതിൻ്റെ അങ്ങ് താഴെ ഭാഗങ്ങളിൽ പാറക്കല്ലുകളും എല്ലാം ഉണ്ട്, കുത്തനെയുള്ളൊരു മല. ഞാൻ ഒരു നെല്ലിയുടെ ചുവട്ടിലിരുന്നിട്ട്, ദൈവം ഉണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്? അതുകൊണ്ട് ദൈവമില്ലായിരിക്കും. ഈ താഴേക്കെങ്ങാനും ഉരുണ്ടുരുണ്ടങ്ങ് പോവുകയാണെങ്കിൽ തലയെങ്ങാനും ഈ പാറക്കല്ലിലെങ്ങാനും ഇടിച്ച് അങ്ങ് പൊളിഞ്ഞു പോയിരുന്നെങ്കിൽ ഇനി ജീവിക്കണ്ടായിരുന്നല്ലോ. ജീവിക്കാൻ എനിക്ക് അല്പം പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല, എന്നാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അപകടം ഉണ്ടായെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഞാൻ നിരാശപ്പെട്ടിരുന്നു, അമ്മയും നിരാശപ്പെട്ടിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ദൈവ പൈതൽ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന കോലഞ്ചേരിയിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയിരുന്നു. പ്രൊഫസർ MY യോഹന്നാൻ സാറാണ് ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. കോലഞ്ചേരി കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലായ പ്രൊഫസർ MY യോഹന്നാൻ സാറ് ആദ്യമായി ഒരു നോട്ടീസ് കിട്ടിയാണ് എൻ്റെ അമ്മ ഈ പ്രാർത്ഥനായോഗത്തിന് പോകാൻ ഇടയായത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾ നോട്ടീസ് കൊണ്ട് കൊടുത്തിട്ട് അമ്മയോട് പറഞ്ഞു, ഏലിയാമ്മേ പ്രാർത്ഥനായോഗത്തിനൊന്ന് വരാമോ എന്ന്. അമ്മ അന്ന് ആദ്യമായി നിരാശപ്പെട്ടവളായി പ്രാർത്ഥനായോഗത്തിന് കടന്നു പോകാൻ ഇടയായി. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, താഴെയുള്ള വീട്ടിലെ മറിയാമ്മ ചേച്ചിയുടെ ഒരു വെള്ളമുണ്ട് വായ്പ മേടിച്ചു കൊടുത്ത് കക്ഷമെല്ലാം മഞ്ഞ നിറം പിടിച്ച് കീറിയൊരു ചട്ടയെല്ലാം ഇട്ട് അമ്മ നിരാശപ്പെട്ടവളായി പ്രാർത്ഥനായോഗത്തിന് കടന്നുപോയി. എന്നാൽ അമ്മ തിരിച്ചു വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം. ജീവിതത്തിൽ 14 വയസ്സ് വരെയും ഒരിക്കൽ പോലും എൻ്റെ അമ്മ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയെ എന്ത് പറ്റിയെന്ന്. അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ അവിടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് പ്രസംഗമധ്യേ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളാരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? സമാധാന പ്രഭുവായ യേശുക്രിസ്തു വന്നിട്ടുണ്ട്, യേശുവിനെ വിളിക്കൂ, യേശു സമാധാനം തരുമെന്ന്. എൻ്റെ അമ്മ അന്ന് അവിടെ ഇരുന്ന് ആ പ്രാർത്ഥനായോഗത്തിന് മധ്യത്തിലിരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ യേശുവേ, എനിക്കൊരിറ്റ് സമാധാനം തരണമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, സമാധാന പ്രഭുവായ യേശുവിനെയും കൊണ്ടാണ് എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ആരും തിരിഞ്ഞു നോക്കാത്ത വീട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട വീട്, എല്ലാവരും അറപ്പോടും പുച്ഛത്തോടും നോക്കിയിരുന്നതായ വീട്. ആ വീട്ടിലേക്ക് അന്ന് നസറായനായ യേശു വന്നു. എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനും ഒന്ന് പ്രാർത്ഥനായോഗത്തിന് വരാൻ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥനായോഗത്തിന് പോകുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആകെ നിരാശപ്പെട്ടവനായിരുന്നെന്ന്. ഞാൻ കടന്നു ചെല്ലുമ്പോൾ, പ്രാർത്ഥനായോഗത്തിന് കടന്നു ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ തന്നെയാണ് പ്രസംഗിക്കുന്നത്. സാറ് പ്രസംഗിക്കുകയാണ്, നിങ്ങളാരെങ്കിലും നിരാശപ്പെട്ട് വന്നിട്ടുണ്ടോ? നിരാശപ്പെട്ട് വന്നവർ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ, ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കൂ. ഞാൻ ശ്രദ്ധിച്ചു, എന്താണ് ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുക? എനിക്ക് മനസ്സിലായിരുന്നില്ല. സാറ് തുടർന്ന് പ്രസംഗിക്കുകയാണ്, മനസ്സറിഞ്ഞ് ജീവിതത്തിലൊരു പാപം വരാതെ ജീവിച്ചാൽ വിശുദ്ധിയോടെ ജീവിക്കണം എന്നെല്ലാം പറഞ്ഞ്, മനസ്സറിഞ്ഞ് ജീവിതത്തിലൊരു പാപം വരാതെ ജീവിച്ചാൽ നല്ല ഭാവി കിട്ടുമെന്ന്. ഞാൻ ഓർത്തു, ഇത് എങ്ങനെയാണ്, എന്താ, ഞാൻ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാറ് പറയുകയാണ്, മനസ്സറിഞ്ഞ് പാവം വരാതെ ജീവിച്ചാൽ നല്ല ഭാവി കിട്ടുമെന്ന്. ഞാൻ ഓർത്തു, ഞാൻ എന്ത് പാവമാണ് ചെയ്തിട്ടുള്ളത്? ഞാനൊരു അഴുക്കായ ജീവിതത്തിലേക്ക് പോയിട്ടില്ല. ഞാൻ ആരുടെയും നേരെ നോക്കാൻ പോലും അപകർഷതാബോധം കൊണ്ട് തല മുമ്പിട്ട് നടന്നവനായതുകൊണ്ട് ഞാൻ ആരുടെയും നേരെ നോക്കിയിട്ടില്ല, അരുതാത്തൊരു വഴിക്ക് നീങ്ങിയിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല, അങ്ങനെ സിനിമ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ചീത്ത കാര്യങ്ങളിലേക്കും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് പാവമാണ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ സാറ് പ്രസംഗത്തെ പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുറമേ പാപമൊന്നും ചെയ്തിട്ടില്ലായിരിക്കും, എന്നാൽ നിങ്ങളുടെ ഹൃദയം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഹൃദയം ലാസറിൻ്റെ കല്ലറ പോലെയല്ലേ?
കല്ലറയുടെ ഉള്ളു മുഴുവൻ ചീഞ്ഞിരിക്കുന്നു, പുറമേ ദുർഗന്ധമില്ല. എന്നാൽ കല്ലറയുടെ ഉള്ളു ചീഞ്ഞല്ലേ ഇരിക്കുന്ന, ദുർഗന്ധം അകത്തുണ്ട്. നിങ്ങളുടെ പലരുടെയും ഹൃദയം പുറമേ പാവമൊന്നുമില്ലെങ്കിലും ഹൃദയം മുഴുവൻ ചീഞ്ഞതല്ലേ? ഹൃദയത്തിൽ ചീത്ത ആഗ്രഹങ്ങളില്ലേ? മലിന മോഹങ്ങളില്ലേ? മ്ലേച്ഛമായ ചിന്തകളില്ലേ? ചീത്ത സ്വപ്നം നിങ്ങൾ കാണാറില്ലേ? നിങ്ങൾക്ക് വാശിയില്ലേ? നിങ്ങൾക്ക് കോപമില്ലേ? നിങ്ങൾക്ക് വൈരാഗ്യമില്ലേ? നിങ്ങൾക്ക് പകയില്ലേ? ഇങ്ങനെയെല്ലാം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മലബാറിലുള്ള ഞങ്ങളുടെ കുഞ്ഞമ്മ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ല, അയൽക്കത്തുള്ള ഞങ്ങളുടെ സ്വന്തക്കാരുടെ വീട്ടിലെല്ലാം വരും. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട വീട്. അതുകൊണ്ട് ഞാൻ ഓർത്തു, വലുതായി പഠിച്ച മിടുക്കനായി കഴിയുമ്പോൾ, നല്ല സമ്പത്തെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരോടും പകരം വീട്ടണമെന്ന്, പക വീട്ടണമെന്ന്. അത് പാവമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ പ്രസംഗമധ്യേ സാറ് പറഞ്ഞു, ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എന്നേക്കുമായി സമർപ്പിക്കുമെന്ന്. മനസ്സറിഞ്ഞ് ജീവിതത്തിൽ പാവം വരാതെ ജീവിക്കാൻ പരിപാടിയുള്ളവർ ദുഷ്ടപിശാചിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൈമാറാനിടയായി. ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് ഭ്രാന്തനായിരുന്ന എൻ്റെ പിതാവിനെ ഈ ഭൂമിയിൽ ഒന്നിനും ആർക്കും മാറ്റാൻ കഴിയാത്തതായ ഭ്രാന്ത് ബാധിച്ച എൻ്റെ പിതാവിനെയും കൊണ്ട് ആദ്യമായി പ്രാർത്ഥനായോഗത്തിന് പോയി. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ചാച്ചനോട് ചെന്നു. പ്രാർത്ഥനായോഗത്തിൽ അവിടെ അന്നും ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് പ്രസംഗിക്കുന്നത്, പ്രസംഗമധ്യേ സാറ് പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. 1 യോഹന്നാൻ 3:8 പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായതെന്ന്. എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിൻ്റെ ബന്ധങ്ങളെ അഴിക്കാനാണെന്ന്. അതൊന്നും മനസ്സിലാക്കിയിട്ടല്ലെങ്കിലും എൻ്റെ അമ്മ അവിടെ നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ യേശുവേ, എൻ്റെ ചാച്ചൻ്റെ ഭ്രാന്ത് ഒന്ന് മാറ്റിത്തരണമെന്ന്. ഞാൻ ഓർക്കുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചോ ഇല്ലോ എന്ന്. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവം കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പിതാവിൻ്റെ ഭ്രാന്ത് എന്നേക്കുമായി അന്ന് മാറ്റി. ഒരു ദിവസം 12 ഉറക്കൾ കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവ് കഴിഞ്ഞ 36 വർഷമായി ഒരു ഗുളിക പോലും കഴിക്കാതെ നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു. പൊന്നുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പിതാവിൻ്റെ രോഗം മാറിയതോടുകൂടി എനിക്ക് നല്ല വിശ്വാസമായി. പിതാവിനോട് പറഞ്ഞു, എടാ പഠിപ്പിക്കാൻ വിടാൻ മാർഗ്ഗമില്ല. അന്ന് 15 രൂപ മതി പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ പോകാൻ, പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോകാൻ. പക്ഷേ അതിന് മാർഗ്ഗമില്ല. എൻ്റെ പിതാവിനോട് പറഞ്ഞു, എടാ റബ്ബർ വെട്ട് പഠിച്ചോളാൻ. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ ഞാൻ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. അന്ന് ഞാൻ ഏറെ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം, അവർക്കെല്ലാം അഡ്മിഷൻ കിട്ടി നിർമ്മല കോളേജിൽ. അവരെല്ലാം ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ തോട്ടത്തിൻ്റെ അരികത്തൂടെയാണ് റോഡ്. ആ റോട്ടിലൂടെ അവരെല്ലാം നടന്നു പോണ കാണുമ്പോൾ ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, തലയ്ക്കം പോയൊരു റബ്ബർ മരത്തിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ അവരെല്ലാം നോക്കിക്കൊണ്ട് എൻ്റെ ഭാവി തീർന്നു പോയല്ലോ എന്ന് ഓർത്ത് ഏങ്ങലടിച്ച് കരഞ്ഞു. അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ യേശുവേ, എനിക്ക് മാസം ഒരു 500 രൂപ ശമ്പളം കിട്ടുന്നൊരു ജോലി തരുമോ എന്ന്. ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, മനുഷ്യൻ്റെ കണ്ണുനീര് കാണുന്ന ദൈവം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകുന്ന യേശു ക്രിസ്തു എനിക്ക് ഒരു ജോലി തന്നു. മൂവാറ്റുപുഴ പട്ടണത്തിൽ 14-ാമത്തെ വയസ്സിൽ ഞാൻ വന്നു. കേവലം ഒരു അറ്റൻഡറായിട്ടാണ് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർക്ക് ചായ മേടിച്ചു കൊടുക്കുക, വേസ്റ്റ് എല്ലാം കൊണ്ട് കളയുക, പേഷ്യൻസ് എല്ലാം തുപ്പിയിട്ടിരിക്കുന്ന ചോരയെല്ലാം തുപ്പിയിട്ടിരിക്കുന്ന സ്പിച്ചൂണെല്ലാം വൃത്തിയായിട്ട് വാഷ് ചെയ്യുക, അതെല്ലാമായിരുന്നു എൻ്റെ ജോലി. എന്നാൽ എനിക്ക് ജോലി കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു. ഞാൻ 8:30 മുതൽ 5 വരെയാണ് ജോലി സമയം. എന്നാൽ കാലത്തെ 6:30 മണിയാകുമ്പോൾ തന്നെ ഞാൻ വരും. എല്ലാ ജോലിയും ഞാൻ കൃത്യമായിട്ട് ചെയ്തു തീർക്കും. എനിക്ക് ഒരിക്കലും മറക്കാവുന്ന വ്യക്തിയല്ല ഡോക്ടർ റെജി മാത്യു. എൻ്റെ ഉത്സാഹം കണ്ടിട്ടെന്നോണം ഡോക്ടർ റെജി എന്നോട് പറഞ്ഞു, ഞാൻ ജോണിനെ പല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കാമെന്ന്. എടുത്തു കഴുകുന്ന പല്ല്, അത് വെപ്പ് പല്ല് വെക്കുന്നത് സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കാമെന്ന്. ഞാൻ പെട്ടെന്ന് പല്ല് സെറ്റ് ചെയ്യാൻ പഠിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, നിരന്തരമായി പ്രാർത്ഥനായോഗത്തിന് പോകാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ഞാൻ പ്രാർത്ഥനായോഗത്തിന് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ പ്രസംഗിക്കും, നാം പുറമേയുള്ള പാപം മാത്രം മാറിയ പോലെ ഹൃദയം മാറണം. നാം വിശുദ്ധരായെങ്കിലേ പരിശുദ്ധ കന്യാമറിയാമ വസിക്കുന്ന രാജ്യത്തിലെത്താൻ സാധ്യമാവുകയുള്ളൂ. പരിശുദ്ധന്മാരായ പൂർവികരായ പുണ്യപിതാക്കന്മാർ വസിക്കുന്ന രാജ്യത്തിലെത്തണമെങ്കിൽ നാം വിശുദ്ധിയോടെ ജീവിക്കണം. ഹൃദയം മാറണം, സ്വഭാവം മാറണം. ഞാൻ അന്ന് പൊട്ടിത്തെറിച്ച് കോപിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. എന്നാൽ കർത്താവ് നിരന്തരമായി പ്രാർത്ഥനായോഗത്തിന് ചെന്നപ്പോൾ എൻ്റെ സ്വഭാവം കർത്താവ് മാറ്റിത്തന്നു. ഇടയ്ക്കിടയ്ക്ക് സാറ് പറയും, നിങ്ങൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയരുന്നത് സ്വപ്നം കാണണമെന്ന്. സാറിൻ്റെ പ്രസംഗമധ്യേ കൂടെ പറയും, നിങ്ങൾ സ്വപ്നം കാണണം, ആത്മീയമായിട്ട് ഉയരുന്നത് സ്വപ്നം കാണണം, ഭൗതികമായിട്ട് ഉയരുന്നത് സ്വപ്നം കാണണമെന്ന്. അന്ന്
ആ കാലത്ത് നിങ്ങൾ ഒറ്റയ്ക്കൊരു ഡെൻ്റൽ ലാബേ ഉള്ളൂ മറ്റേ സൗത്ത് ഇന്ത്യയിൽ. ആ കാലങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ ഒറ്റയ്ക്കൊരു ഡെൻ്റൽ ലാബേ ഉള്ളൂ. അവിടെ വർക്ക് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 10 പോലും വായിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ മണിക്കൂറുകൾ ഗ്രൈൻഡ് ചെയ്യണം. വർക്കിങ്ങനെ ഓരോ വർക്ക് ഗ്രൈൻഡറിൽ വെച്ച് ലെയ്ത്തിൽ വെച്ച് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യും, എങ്ങനെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് ഒരു രീതിയിലും സാധ്യമല്ലാതെ വരുമ്പോൾ ഡോക്ടർ ആകെ സങ്കടപ്പെടും. ചിലപ്പോൾ ഡോക്ടർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക പോലും ഇല്ല. പേഷ്യൻ്റ് ആണെങ്കിൽ ഇങ്ങനെ മണിക്കൂറുകൾ വായി ഇങ്ങനെ തുറന്നിരിക്കണം. ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റിന്, ഈ ജോയിൻറ്റ് അന്ന് എനിക്ക് പേരൊന്നും പറഞ്ഞുകൂടാ, അവിടെ എല്ലാം ഇങ്ങനെ കാലിനും കൈക്കും കട്ടുകഴുപ്പ് വരുന്ന പോലെ ആ വേദനയെല്ലാം വരും. പേഷ്യൻ്റ് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലൊരു ചിന്ത, വല്ലപ്പോഴും ഓർമ്മ ചെയ്യണം ശരിയാവുന്നുണ്ടല്ലോ. യോഹന്നാൻ സാറാണെങ്കിൽ പറഞ്ഞേക്കണു ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയരുന്ന സ്വപ്നം കാണണമെന്ന്. ഭൗതികമായിട്ട് ഉയരണം എന്നുള്ള ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണമെന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത്. അതിനു വേണ്ടിയിട്ട് രാപകലില്ലാതെ അധ്വാനിച്ചു. മൂലമറ്റം മുതൽ മൂവാറ്റുപുഴയിലുള്ള ക്ലിനിക്കുകളിലെല്ലാം, ഡെൻ്റൽ ക്ലിനിക്കിലും അതുപോലെ ബിഷപ്പ് വൈൽ ഹോസ്പിറ്റലിൽ, ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ, അവിടെയെല്ലാം രാത്രിയെല്ലാം ജോലി ചെയ്യും. 1.5 മണിക്കൂർ മാത്രം ഉറങ്ങിയതായ 6 വർഷത്തോളം എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. ഞാൻ ഒരു ഒറ്റ പൈസ പോലും ചിലവഴിക്കാതെ ഞാൻ എല്ലാം സ്വരുക്ക് കൂട്ടി. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കാലത്തെയും വൈകിട്ടും സിസ്റ്റേഴ്സിനും ഡോക്ടർക്കും എനിക്കും ചായ മേടിക്കാം. താഴെ ചായ മേടിക്കാൻ പോകുമ്പോൾ ഒരു മറ്റേ ഗ്ലാസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഗ്ലാസ് നിറയെ ചായ കിട്ടില്ല, ഒരു 3/4 ഗ്ലാസ്സേ കിട്ടുള്ളൂ. ഞാനതിന് ഒരു ജഗ്ഗ് കൊണ്ട് പോകും താഴെ ചായ മേടിക്കാനായിട്ട്. ആ ജഗ്ഗിലെല്ലാം ചായ തരുമ്പോൾ ഒരു ഗ്ലാസ്സിലെല്ലാം അളന്ന് നിറച്ച് തരും. 5 ചായ മേടിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഞാൻ 4 മേടിക്കുകയുള്ളൂ. എനിക്കൊരു ചായ പോലും കുടിക്കണ്ടല്ലോ. ആ പൈസയും കൂടെ, അന്ന് 75 പൈസയുണ്ട്, ആ പൈസയും കൂടെ എങ്ങനെയെങ്കിലും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ഒരാഗ്രഹം. അങ്ങനെ ഓരോ പൈസയും സൂക്ഷിച്ചു വെച്ചു. ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു പൈസയും ചിലവഴിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു 2 പവൻ്റെ ഒരു സ്വർണ്ണമാല മേടിച്ചു കൊടുത്തു. അന്ന് 1 പവൻ സ്വർണ്ണത്തിന് 500 രൂപ വിലയുള്ളൂ. ഒരു മാല മേടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ പിതാവിന് ഒരു HMT വാച്ച്, എൻ്റെ അമ്മയ്ക്ക് മുണ്ട് കൊടുക്കാനില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, വെള്ളമുണ്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അമ്മയ്ക്കൊരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. എൻ്റെ പിതാവിന് ഒരു മറ്റേ ഡബിൾ മുണ്ടും ഒരു പോളിസ്റ്ററിൻ്റെ ഒരു ഷർട്ടും മേടിച്ച്, ബോംബെ ഡേങ്ങിൻ്റെ ഒരു ഷർട്ടും എല്ലാം മേടിച്ചു കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. വേറൊരൊറ്റ പൈസയും ചിലവഴിക്കാതെ ഞാൻ എല്ലാ പൈസയും സ്വരുക്ക് കൂട്ടി. അങ്ങനെയാണ് 88-ൽ ഞങ്ങളുടെ ഈ സ്ഥാപനം ഡെൻകെയർ ഡെൻ്റൽ ലാബ് ഞങ്ങൾ തുടങ്ങിയത്. ഞാനും എൻ്റെ 2 സഹോദരങ്ങളും 6 ജോലിക്കാരും മാത്രം. 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. 5 ലക്ഷം രൂപയോളം ഞങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസയെല്ലാം മുടക്കി. അങ്ങനെയാണ് 88-ൽ ഈ സ്ഥാപനം ഞങ്ങൾ തുടങ്ങുന്നത്. അവിടുന്ന് സ്വർഗത്തിലെ ദൈവം പയ്യെ ഞങ്ങളെ വളർത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിക്കാൻ മണ്ടനായിരുന്നെന്ന്. എന്നാൽ ഞാൻ പിൽക്കാലത്ത് പഠിച്ചു. ഡെൻ്റൽ ലാബ് തുടങ്ങിയതിന് ശേഷം ഞാൻ പഠിച്ചു. നല്ല ഉയർന്ന മാർക്കോടെ ദൈവം എന്നെ പാസ്സാക്കി. എല്ലാ കാര്യത്തിലും യേശുക്രിസ്തു അഭിവൃദ്ധി തന്നു. അന്ന് ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ കരഞ്ഞിരുന്നെന്ന് പറഞ്ഞല്ലോ. ഇന്ന് ദൈവം എല്ലാം സൗജന്യമായി തന്നു. സൗജന്യമായി തന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമൊന്നും വെറുതെ അങ്ങ് സൗജന്യമായി തന്നല്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. എന്നാൽ അധ്വാനിക്കുന്ന എത്രയോ പേര് നിരാശപ്പെട്ടും ഇന്നും ഒരു രീതിയിലും ബിസിനസ്സിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ ജീവിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. എല്ലാം ദൈവം ഐശ്വര്യമായി തന്നു. 290 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 88-ൽ. അവിടുന്ന് സ്വർഗത്തിലെ ദൈവം പടിപടിയായി ഞങ്ങൾ വളർത്തി. ഒരേ ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞങ്ങൾ ആദ്യം ഈ ബിസിനസ് തുടങ്ങിയത്. എന്നാൽ ഇന്ന് 207ഓളം പ്രോഡക്റ്റ്സ് ഉണ്ട് ഞങ്ങൾക്ക്. എല്ലാം ഓരോന്നോരോന്ന് അഭിവൃദ്ധിയിലേക്ക് ജീവനുള്ള ദൈവം നടത്തി. മുഴുവനായും ക്രിസ്തുവിൽ സമർപ്പിച്ച്, ജീവിതം സമർപ്പിച്ച്, ഒരു കാരണവശാലും മനസ്സറിഞ്ഞൊരു തെറ്റുവരുന്നുള്ള വ്യക്തമായ ചിന്തയോടെ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നു. പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ത്യൻ ഡെന്റൽ ഇൻഡസ്ട്രിക്ക് നൽകിയ മികച്ച സംഭാവനകളെ പരിഗണിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏർപ്പെടുത്തിയ ശുശ്രുത അവാർഡ് അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്നും ഏറ്റുവാങ്ങിയപ്പോഴും തന്നെ സ്നേഹിച്ച യേശുവിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ജോൺ കുര്യാക്കോസ് മറന്നില്ല. അത്യാധുനിക സൗകര്യങ്ങളുടെ പേരിൽ ISO സർട്ടിഫിക്കറ്റുകളും രാജ്യാന്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ പേരിൽ CE മാർക്കിങ്ങും FDA അംഗീകാരവും ഇന്ന്
ഡെൻ കെയർ ഡെന്റൽ ലാബിനുണ്ട്. അർഹതയില്ലാത്ത ഒരു ലാഭവും നേടിയെടുക്കില്ല എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലപാട് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന ദർശനം. ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആരെല്ലാം അനുകൂലമാണെങ്കിലും ക്രിസ്തു അനുകൂലമല്ലെങ്കിൽ വെറും വട്ടപൂജ്യമാണെന്ന്, ക്രിസ്തു ഉണ്ടെങ്കിൽ ഞാനൊരു ഹീറോയാണെന്നും ക്രിസ്തു ഇല്ലെങ്കിൽ ഞാനൊരു വലിയ വട്ടപൂജ്യം വെറും ഒരു സീറോയാണെന്നും ഞാൻ നല്ലതുപോലെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേടേണ്ടത് യേശു ക്രിസ്തുവിനെ സ്വന്തവും കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും പാപമില്ലാത്തൊരു ജീവിതം നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. മനസ്സറിഞ്ഞ് ജീവിതത്തിൽ ഒരു പാപം വരാതെ ജീവിക്കുമ്പോൾ, മനസ്സറിഞ്ഞ് ഒരു തെറ്റിലേക്ക് പോകില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഇതുവരെ ജീവിതത്തിൽ വന്നതായ പാപങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകിത്തരുമെന്നും, എത്ര കഠോര പാപം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, എത്ര എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, എത്ര ക്രൂരമായ പാപങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും എല്ലാം കഴുകാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മതിയായതുമാണെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എന്നെ കഴുകിയതുകൊണ്ടാണ് ഞാനിന്ന് സമാധാനത്തോടെ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നവരോടും എനിക്കിതേ പറയാനുള്ളൂ. ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുന്നതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ക്രിസ്തുവിനായിട്ട് ജീവിതം സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ മുഴുവനായി സമർപ്പിക്കുന്നു. ക്രിസ്തുവിനെ നമ്മുടെ വ്യവസായം, നമ്മുടെ വ്യാപാര സ്ഥാപനം സമർപ്പിക്കുന്നു, നമ്മുടെ ബിസിനസ് സമർപ്പിക്കുന്നു, നമ്മുടെ ഭവനത്തെ സമർപ്പിക്കുന്നു, നമ്മുടെ ഭാര്യയെ സമർപ്പിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. നമ്മൾക്കുള്ളതെല്ലാം സമ്പൂർണ്ണ യാഗമായി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നാം കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യം ക്രിസ്തുവിൻ്റെ കാര്യമായി മാറുന്നു. ക്രിസ്തു എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നു. അതിമനോഹരമായി ഞാൻ ചെയ്യുന്നതിനേക്കാൾ 10,000 ഇരട്ടി നന്നായിട്ട് ചെയ്യുവാൻ ക്രിസ്തുവിന് കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ നാം ജീവിച്ചാൽ ഒരിക്കലും ജീവിതത്തിൽ പതറേണ്ടി വരികയില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, യാതന വരുമ്പോൾ, വേദന വരുമ്പോൾ, എല്ലാറ്റിൻ്റെയും മധ്യത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുമരുതെന്ന്. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. തൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളുടെയും പിന്നിൽ തൻ്റെ സഹധർമ്മിണിയായ ജെസിയുടെ പ്രാർത്ഥനകളുണ്ടെന്ന് ജോൺ കുര്യാക്കോസ് വിശ്വസിക്കുന്നു. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്ന നിശ്ചയദാർഢ്യത്തോടെ അശരണരും അഗതികളുമായ അനേകരെ ദൈവസ്നേഹത്തിൽ ചേർത്ത് പിടിക്കുവാനും അനുദിനം ജോൺ ജെസി ദമ്പതികൾ ശ്രമിക്കുന്നു. തൻ്റെ സഹോദരങ്ങളും ശക്തിയുമായ സാജുവിനും ബേബിക്കുമൊപ്പം മാതാപിതാക്കളായ ഏലിയാമയെയും കുര്യാക്കോസിനെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിൽ അനുനിമിഷം ഈ കുടുംബം മുന്നോട്ട് പോകുന്നു. ജീവിതം ക്രിസ്തുവിനായി തീരെഴുതി കൊടുക്കുക, വ്യക്തമായൊരു സമർപ്പണം എടുക്കുക, മനസ്സറിഞ്ഞൊരു പാപം വരില്ല എന്നുള്ള വ്യക്തമായ തീരുമാനമെടുക്കുക. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതം മുഴുവനായും ഏറ്റെടുക്കും. നമ്മെ പരാജയം അറിയാത്ത യൂദായുടെ സിംഹമായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ദിനംതോറും കൈപിടിച്ച് വഴി നടത്താൻ തുടങ്ങും. അല്പം പോലും വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന എനിക്ക് ഒരു പൊട്ടൻ എന്നെ വിളിച്ചിരുന്ന എന്നെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയാതിരുന്ന കാലത്ത് പൊട്ടൻ എന്ന് വിളിച്ചിരുന്ന എന്നെ പിൽക്കാലത്ത് കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് പാസ്സാകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അത് യേശുക്രിസ്തുവിനായി ഞാൻ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ടല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതം ക്രിസ്തുവിനായിട്ട് വിട്ടുകൊടുത്താൽ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, നമ്മുടെ ജോലിയുടെ കാര്യം, നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യം, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം എല്ലാം ഏറ്റെടുത്ത് നടത്തുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഒരിക്കൽ ജോൺ ഒന്നുമില്ലാത്തവനായിരുന്നു, ആരുമില്ലാത്തവനും നിരാശപ്പെട്ടവനുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് തൻ്റെ ഹൃദയം സമർപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ജോണിൻ്റെ ഭവനത്തിലേക്കും ജീവിതത്തിലേക്കും യേശു കടന്നു വന്ന് അതിശയം പ്രവർത്തിച്ചു. Everything is possible by the grace of my Lord God Jesus Christ എന്നാണ്. അതുകൊണ്ട് എല്ലാം സാധ്യമാണെന്ന്. തീർച്ചയായിട്ടും ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് തീരെഴുതി ജീവിതം ക്രിസ്തുവിന് കൊടുത്ത് മനസ്സറിഞ്ഞ ജീവിതത്തിൽ പാപം വരില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുക്കുന്നവരുടെ കാര്യം ക്രിസ്തു നോക്കുമെന്നുള്ളത് എൻ്റെ കഴിഞ്ഞ 50 വർഷത്തെ അനുഭവം
എന്നെ അത് പഠിപ്പിക്കുന്നു. അല്ല, കഴിഞ്ഞ 50 വർഷമല്ല, 14-ാമത്തെ വയസ്സിലാണ് ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 36 വർഷമായി ഞാൻ വ്യക്തമായും സ്പഷ്ടമായും അത് അനുഭവിക്കുന്നു. പുണ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു.